എൻ്റെ പഠിച്ചോനെ വാട്സപ്പ് അങ്ങ് തുറന്നാൽ ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്നാൽ യൂട്യൂബിൽ എവിടെ നോക്കിയാലും ടിക്ടോക്കാണ് ഇപ്പോൾ. ടിക്ടോക്കിന് വേറെന്തൊരു പേരുണ്ടായിരുന്നല്ലോ മക്കളെ, എന്തോ അത് മ്യൂസിക്കലി രണ്ടും തന്നെ. അപ്പോൾ ഒരുപാട് ഇത് കഴിവുള്ള ആളുകൾ, ഒരു വേദി കിട്ടാത്ത ആളുകളൊക്കെ അവരെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ളൊരു ഒരു വേദിയാണ് ഈ ടിക്ടോക്ക് ആയി മാറിക്കഴിഞ്ഞ്. അപ്പോൾ നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല ഒരുപാട് അറിയപ്പെടാത്ത കലാകാരന്മാരുടെ കഴിവുകൾ നമുക്കതിലൂടെ അറിയാനും കാണാനും കേൾക്കാനും ആകുന്നുണ്ട്. അപ്പോൾ ഈ ടിക്ടോക്കിലുള്ള ചെറിയൊരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ചില ഭാഗത്തൊന്ന് സ്ലോ ആക്കിയാലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ചില ഭാഗത്തൊന്ന് ഫാസ്റ്റ് ആക്കിയാലോ എന്ന് തോന്നിയിട്ടുണ്ടാകുമല്ലോ. ഇതൊക്കെ എങ്ങനെ നമുക്ക് ടിക്ടോക്ക് ചെയ്യാം? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അഥവാ അറിയാമെന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തോലിക്കൊന്ന് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ, 10 ദിനാറൊന്നും പോവുകയില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ വീഡിയോ അല്ലല്ലോ, ചാനലല്ലേ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ആടേഡിയോ ഉണ്ടാവും ഒരു ചുവന്ന എഴുത്ത്, അതൊന്ന് ഞെക്കിയിട്ട് ഒപ്പരയുള്ള അമ്പേലിനും കൂടി അങ്ങ് ഞെക്കിയേക്ക്. എഴുത്ത് ചുവപ്പല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെക്കണ്ട കേട്ടോ, നിങ്ങൾ വണ്ടി ഞെക്കിയതാണ്, രണ്ടാമത് ഞെക്കിയിട്ട് അലുക്കുൽ താക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ എൻ്റെ ടിക്ടോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇതാ ടിക്ടോക്ക് ഓപ്പൺ ചെയ്താൽ ഇതിലിങ്ങനെ വീഡിയോ വന്നു കൊടുക്കുക. നമുക്ക് വേണ്ടി ഇങ്ങനെ മാറ്റാം. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ആണുങ്ങളില്ല. പോട്ടെ, ആണുങ്ങൾക്ക് കഴിവ് കുറവായിട്ടായിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ, ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് ബട്ടൺ ഒന്ന് ഞെക്കുക. പ്ലസ് ബട്ടൺ ഞെക്കിയാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന് അതിൻ്റെ കൂടി ഒപ്പരം വലത്തെ ഭാഗത്ത് ഇവിടെ കണ്ടോ കുറേ ചിഹ്നങ്ങൾ കാണുന്നില്ലേ? അതിൽ രണ്ടാമത്തത് ഒരു വട്ടക്കണി, നടുക്കൊരു ക്ലോക്കിൻ്റെ സൂചി പോലത്തെ ഒരു വട്ടക്കണി കാണുന്നില്ലേ? 2-3 കുത്തുകല്ലായിട്ട്, സൈഡിൽ 2-3 കുത്തുകല്ലായിട്ട്, അതൊന്ന് ഞെക്കി കൊടുക്കുക. അത് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാം എപ്പിക്ക്, സ്ലോ, നോർമൽ, ഫാസ്റ്റ്, ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് വന്ന്. ഇതിപ്പോൾ സ്ലോ ആണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം, 1 മിനിറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ചലിക്കുന്നില്ലേ? അപ്പുറം ഫാനുണ്ട്, അവിടെ പോയിട്ടെ. പിന്നെ വേറെ ഉണ്ട്, ഫാനിൻ്റെ ഇരിയത്തുനിന്ന് ഞാനിത് കാണിച്ചു തരുന്ന നേരം ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ ഒട്ടി കറങ്ങുന്ന സൗണ്ടും കൂടി ഉണ്ടാവും. അതൊന്നങ്ങ് ക്ഷമിച്ചേക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. നമുക്ക് ആവശ്യമുള്ള ഭാഗത്തുനിന്ന് സ്ലോ ആക്കാം, നോർമലാക്കാം. പിന്നെ കണ്ട ഞാനിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ വീഡിയോയിൽ പല ഭാഗത്ത് ആവശ്യത്തിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം വീഡിയോ കണ്ടില്ലേ? അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഫോണിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണല്ലോ, അന്നേരം എനിക്ക് ടിക്ടോക്കിൽ റെക്കോർഡ് ചെയ്യാനാകില്ല, അതുകൊണ്ട് പറഞ്ഞു തരാനാകില്ല. അപ്പം എങ്ങനെ അത് ചെയ്തതെന്നൊന്ന് പറഞ്ഞുതരാം. ഈ വട്ടക്കണ്ണി, മേലത്തെ വട്ടക്കണ്ണി, നേരത്തെ പറഞ്ഞ വട്ടക്കണ്ണി ഞെക്കിയതിന് ശേഷം താഴെ വരുന്ന ഈ ഓപ്ഷൻസിൽ എപ്പിക്ക്, സ്ലോ, നോർമൽ, ഫാസ്റ്റ്, ലാൻഡ്സ്കേപ്പ്, ഇങ്ങനെ ഓരോന്നിനും സ്ലോ ഞെക്കുക. അതിനുശേഷം നോർമൽ, നിങ്ങൾക്ക് ആവശ്യാനുസരണം ഏതാണോ വേണ്ടത്, ഫാസ്റ്റ് ഇങ്ങനെ ഞെക്കിയിട്ട് റെക്കോർഡ് ബട്ടൺ കൊടുത്താൽ മതി. അതായത് ഇവിടെ ഇത് കണ്ടോ, ഞാൻ ഇപ്പം റെക്കോർഡ് ചെയ്യാൻ നോക്കുന്നേരം എഴുതി കാണിക്കുന്നുണ്ടോ, സ്ക്രീൻ റെക്കോർഡിംഗ് ഈസ് കറൻ്റ്ലി റെക്കോർഡിംഗ് ഓഡിയോ. അതുകൊണ്ട് ടിക്ടോക്കിൽ റെക്കോർഡ് ചെയ്യാനാകില്ലാന്ന്. അപ്പം അതുകൊണ്ടാണ് മറ്റേ ആദ്യം കാണിച്ച വീഡിയോയിൽ ഒച്ചയില്ലാത്തത്, ഞാനൊന്നും പറയാത്തത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് അടിപൊളി വീഡിയോ എടുക്കുക. ചില വീഡിയോ ഒക്കെ സ്ലോ മോഷനിലെല്ലാം ആക്കിയിട്ട് എന്ത് രസം ഉണ്ടാവും കാണുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് ഇടുക. പിന്നെ നിങ്ങളെ ടിക്ടോക്കിൻ്റെ ഐഡിയ ഒക്കെ അയച്ചാൽ നമുക്ക് അടിപൊളിയാക്കാമെന്ന്. ഞാനും കാണുന്നുണ്ട്. ഞാൻ ടിക്ടോക്കിൽ വീഡിയോ ഒന്നും ചെയ്യില്ലെങ്കിലോ എനിക്ക് ഇതിനകത്തുള്ള കഴിവൊന്നുമില്ല. എല്ലാം ഞാൻ കാണലുണ്ട്, ആ നേരമുള്ളതിനനുസരിച്ച് ഇപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ കാണലുണ്ട്. നല്ല രസമാണ്, നല്ലൊരു നേരം പോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഒന്ന് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റ് ആക്കിയിട്ടേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.